വണ്ടി എവിടെ? ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്തിൻ്റെ വിശേഷങ്ങളൊക്കെ? ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു. ഞങ്ങൾ നട്ടുച്ചയ്ക്ക് അങ്ങോട്ട് പോണേന്നല്ലേ. ഒരു ദിവസം കഴിഞ്ഞ് അബിഗലിൻ്റെ ബർത്ത്ഡേ അല്ലേ, അപ്പോൾ കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന് വേണ്ടിയിട്ട് പോകുന്നതാ. രാവിലെ ഇറങ്ങാമെന്ന് ഓർത്ത, പക്ഷെ ഇറങ്ങിയപ്പോഴത്തേക്ക് പൂച്ചയായിട്ടോ 1 മണിയായി. അപ്പോൾ നേരെ ഞങ്ങൾ പോകുന്ന കോസ്കോയിൽ, പിന്നെ അത്യാവശ്യം വാൾമാർട്ട് അങ്ങനെയൊക്കെ. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ, അബിഗേലിൻ്റെ ബർത്ത്ഡേ പർച്ചേസിൻ്റെ. അല്ല അബിഗേൽ? ഓ, കാറ് അവിടെ ഇടാണ്ട് പിന്നെ ഇവിടെ ഇട്ട് എന്തായിരുന്നു? കാർ അവിടെ പാർക്കിങ്ങിലോട്ട് അവർ പെയിന്റ് അടിക്കായിരുന്നു. ഓക്കെ. ഓ, ഇന്ന് രാവിലെ അതും കൊണ്ടാണ് നേരത്തെ 7 മണിക്ക് എനിക്കൊണ്ട് വന്നു. കാറ് അവിടുന്ന് ഉറക്കം അങ്ങനെ ശരിയായില്ല, അതുകൊണ്ട് പാർക്കിങ്ങിന്റെ അവിടെ നിന്ന് മാറ്റിട്ടുണ്ടോന്ന് ഇവിടെ മതി. അബിഗലിന്റെ പഴയ സ്ഥലത്തേക്ക് പൊക്കോളൂ. ഇരുത്തട്ടെ, ചൂടാണല്ലോ. മറ്റേ ഇവിടെ ഇട്ട കൊണ്ട് വെയിലല്ലേ, കാറിന്റെ നല്ല ചൂടാണ്. അപ്പൊ ഞങ്ങള് പോവാണ്. ഓ, എന്തൊരു ചൂടാടാ. ചൂട് കാറ്റൊന്നും പുറത്തേക്ക്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് നേരെ പോകുന്നത്, ഞങ്ങൾക്കൊന്ന് ബാങ്കിൽ പോകണം. ബാങ്കിൽ പോയിട്ടാണ് കേട്ടോ കോസ്കോയിലേക്ക് പോകുന്നത്. കോസ്കോ രാത്രി വരെ ഉണ്ട്, 10 മണി വരെയൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ഇതാ കാറ് കൊണ്ടിടിച്ചിട്ടില്ലേ, അപ്പോൾ ആ കാറ് കൊണ്ട് കയറ്റിയാണ്. അപ്പോൾ ഇനി നേരെ സ്കോഷ്യ ബാങ്ക്, നമുക്ക് ബാങ്കിലേക്ക്. ഇപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് ഞങ്ങൾ ഇവിടെ കുർബാനയ്ക്കുന്ന ഒരു പള്ളിയാണ് കേട്ടോ, മോക്ടറിലെ കാത്തലിക് ചർച്ചാണ്. എല്ലാ ദിവസവും എല്ലാ ദിവസവും ഇല്ല, ചില ദിവസങ്ങളിൽ ചൊവ്വയും സൺഡേയും പിന്നെ സാറ്റർഡേ അങ്ങനെയുള്ള ദിവസങ്ങളിലൂടെ കുർബാനുണ്ട്. അതൊക്കെയാണ്. ഒരു കാറിന്റെ ഡിക്കി തുറന്നു വെച്ചിട്ടാണ്. അതൊരു മറന്നു പോയതായിരിക്കുമോ? ബാഗിൽ എന്തെങ്കിലും സാധനമുള്ള അവിടെ ആയിരിക്കും അല്ലേ. അപ്പോൾ അതേ ഞങ്ങൾ ബാങ്കിലെത്തി, ഇറങ്ങാൻ പോവാണ്. കാറിലിരിക്കാന്ന് ഓർത്ത, പക്ഷെ ഭയങ്കര ചൂട്, നമുക്ക് കാറിലിരിക്കാൻ പറ്റുന്നില്ലെന്നേ. ഞാൻ പോയിട്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. അവന് ബാങ്കിൽ എന്തോ കാര്യം ചെയ്യാനായിട്ടാണ് മീറ്റിംഗ് വെച്ചേക്കുന്നത്. ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച എടുത്താണ് കേട്ടോ. നമുക്ക് നാട്ടിലെ പോലെ അപ്പോൾ വന്നു കഴിഞ്ഞാൽ പറ്റത്തില്ല. അപ്പോൾ ഞങ്ങളത് കഴിഞ്ഞ ആഴ്ച അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് പോയത് അവിടെ നിന്ന്, ഇന്ന് 2 മണിക്ക്. അപ്പോൾ ഞങ്ങൾ ബാങ്കിൽ നിന്ന് ഇറങ്ങിയിട്ടോ, മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനി ഞങ്ങൾ നേരെ പോകുന്ന കോസ്കോയിലേക്കാണ് പർച്ചേസിങ്ങിന് വേണ്ടിയിട്ട്. ഇപ്പോൾ സമയം ഒരു 2:30 അധികം ലേറ്റ് ആവുന്നതിന് മുമ്പ് വീട്ടിലെത്തണം. അപ്പോൾ എല്ലാ ദിവസവും പുറത്തിറങ്ങി കഴിഞ്ഞാൽ രാത്രി ഒരു 10-10:30 ആകുമ്പോഴത്തേക്കാണ് വീട്ടിലേക്ക് എത്തുന്നത്. അപ്പോൾ ഇന്നെങ്കിലും കുറച്ച് നേരത്തെ എത്തണം. അപ്പോൾ അതുകൊണ്ട് എല്ലാം ചടപടയെന്ന് വേണം ഇന്നത്തെ ഷോപ്പിംഗ് ഒക്കെ നടത്താനായിട്ട്. മീറ്റിങ്ങിന് കയറി ഇവളെയും കൊണ്ടാണ് അകത്ത് കയറിയത്. അപ്പോൾ ഇവള് അതിനകത്ത് ഒരു ഒച്ചപ്പാടും കാര്യങ്ങളും, അതുകൊണ്ട് ഞാൻ ഇറങ്ങിപ്പോന്നു പുറത്തേക്ക്. അപ്പോൾ അങ്ങനെ. അപ്പോൾ നമുക്ക് ഇനി നേരെ കോസ്കോയിലേക്ക് പോവാം. അപ്പോൾ കോസ്കോ എത്തി. കോസ്കോയിൽ ഞങ്ങൾ കറങ്ങി നടക്കുവാണ്. വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലമൊന്നും കിട്ടിയിട്ടില്ല ഞങ്ങൾക്ക്. ഇതാണ് കേട്ടോ ഇവിടെ മോങ്ക്ടറിലെ കോസ്കോ, എല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ ആ കപ്പിൾസ് നോക്കും. ഇവിടെ മിക്ക ദിവസങ്ങളിലും, ഇന്ന് വീക്കെൻഡ് അല്ലല്ലോ, പിന്നെ എന്താ തിരക്ക്? വീക്കെൻഡ് അല്ല, ചില ദിവസങ്ങളിൽ വന്നു കഴിയുമ്പോൾ പാർക്ക് ചെയ്യാൻ മീൻസ് ഒരുപാട് സ്ഥലം കാണും. കാരണം വൈകുന്നേരങ്ങളിലൊക്കെ ആയിരിക്കും ഒരുപാട് തിരക്ക്. എന്നോർത്താണ് ഞങ്ങൾ ഉച്ചയ്ക്ക് ഇറങ്ങിയത്. അപ്പോൾ ഉച്ചയ്ക്ക് വന്നപ്പോൾ വൈകുന്നേരത്തേക്കായി തിരക്കാം. അപ്പോൾ ഇവിടെ ഇങ്ങനെ സ്ലോട്ടില്ലല്ലോ. അത് ഇവിടെ പറഞ്ഞുണ്ട്, പക്ഷെ ഇത്ര നടക്കേണ്ടി വരും. പാർക്ക് ചെയ്യണോ? അവരടിക്കില്ല കേട്ടോ. ഒതുക്കെ ചാട്ട്. നമുക്കിവിടെ ഒരാൾ നടന്നു പോയാലും പുറകെ നിന്ന് ഹോൺ അടിക്കാൻ പറ്റില്ല. അതാണ് വേറൊരു പ്രശ്നം. നാട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഹോൺ അടിക്കാം. ഇവിടെ അത് പറ്റില്ലാത്തതുകൊണ്ട്
ഓക്കെ. അടുത്ത് തന്നെ കിട്ടിയ സ്ലോട്ട്. ഇവളെയും കൂടെ നടക്കാൻ പാടാ, വെയിലായത് കൊണ്ട്. അതാണ് കേട്ടോ അടുത്ത് നോക്കിയത്. അപ്പോൾ അങ്ങനെ സ്ലോട്ട് കിട്ടി. നമുക്കിത് കോസ്കോയിലേക്ക് പോവാം. ബാക്കി കാര്യങ്ങളൊക്കെ അവിടെ ചെന്നിട്ട് കാണാം. പർച്ചേസ് ചെയ്യാം. ഞങ്ങളിതേ കോസ്കോയിലെത്തി. കയറാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. നല്ല തിരക്കാണ്, ആൾക്കാർ പർച്ചേസിങ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ കോസ്കോയുടെ അകത്ത് എത്തി കേട്ടോ. നമുക്കിവിടെ കോസ്കോയുടെ അകത്തേക്ക് കയറണമെങ്കിൽ നമുക്കൊരു കാർഡ് ഉണ്ട്, അത് കാണിക്കണം. അപ്പോൾ ഞാൻ ഇവരെ വെയിറ്റ് ചെയ്തിട്ട് ഇവിടെ എൻട്രൻസിലവിടെ നിൽക്കുമായിരുന്നേ. അപ്പോൾ ഒരു അമ്മച്ചി വന്നിട്ട് ഞാനിവിടുത്തെ ജോലിക്കാരിയാന്ന് പറഞ്ഞിട്ട് ആ കാർഡ് എന്നെ കാണിച്ചു. പൊക്കി നമുക്കിവിടെ കയറുമ്പോൾ നമുക്ക് കാർഡ് കാണിക്കൂടെ നിൽക്കുന്നവർ. അതിനെ ഞങ്ങൾ കോളറിലെത്തി. ഇവിടെ നമുക്കിങ്ങനെ പിള്ളേർ എഴുതാൻ പറ്റും. അപ്പോൾ അവളവിടെ സേഫായിട്ട് ഇരുന്നാലും. പിന്നെ ഇവനിവിടെ എന്നും വരുമ്പോൾ നോക്കുന്നതാണ് കേട്ടോ ഈ ആപ്പിളിൻ്റെ മാക് ബുക്ക്. ഈ ഒരു സെക്ഷൻ മൊത്തവും ഈ ഇലക്ട്രോണിക്സ് ആണ് കേട്ടോ. ഫോണ്, പിന്നെ ഓവൻ, അതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ. അപ്പോൾ ഞങ്ങൾ ഫിഷും ബീഫും മേടിച്ചു. അബിഗേൽ ഇരുന്നിടത്തുനിന്ന് അവിടെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അടുത്തത് മേടിക്കാനുള്ളത് സവാളയാണ്. സവാള വലിയ പാക്കറ്റ് ഉണ്ടായിരുന്നല്ലോ, ഇപ്പോൾ അതില്ലല്ലോ. വില കൂടിയോ? ചെറിയ ഉള്ളി അന്ന് പിന്നെ ചെറിയ ഉള്ളിയും സവാള എടുക്കുക. ഇവിടെ വെള്ള സവാള ഉണ്ട് കേട്ടോ, അതിന് ഭയങ്കര മധുരമാണ്. ഞങ്ങൾ മറ്റേ നമ്മുടെ നാട്ടിലെ സവാള, അതിന് കുറച്ച് വിലക്കുള്ളതാണ്, പക്ഷെ അത് എടുക്കുന്നു. 2 പാക്കറ്റ് മതിയായിരിക്കും അല്ലേ? മതിയോ? വീട്ടിലില്ല, 2 മതിയായിരിക്കും. നമ്മൾ ബീഫിന് മാത്രമല്ലേ ഉപയോഗിക്കുന്നുള്ളൂ. മാങ്ങക്കറിക്ക് അധികം സവാള വേണ്ട. മാങ്ങ ആവശ്യം ഇത് മതിയോ? നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ എടുക്കാം. അപ്പോൾ ഇത് മതി, ചുമ്മാ ചീച്ച കളയേണ്ട ആവശ്യം വരില്ലേ. നമുക്ക് ഇവിടെ പോകുന്ന ഈ കോസ്കോയിൽ നമുക്ക് പോകുന്ന വഴിക്കൊക്കെ ഉണ്ടല്ലോ, ഇവിടെ ഫുഡ് സാമ്പിൾസ് എല്ലാവർക്കും കൊടുക്കും. അപ്പോൾ എല്ലാവരും അത് വാങ്ങി കഴിക്കും. നമ്മൾ ഇനി അടുത്തത് തേടി പോകുന്നത് വെളിച്ചെണ്ണ. ഇവിടെ കോക്കനട്ട് ഓയിൽ ഉണ്ട്, അപ്പോൾ അതെടുക്കണം. ഇനി വേറെ എന്താ നമുക്ക് ഈ കോസ്റ്റും എടുക്കാനുള്ള തൈര് എടുക്കണം. അത്രയല്ലേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളുടെ കോസ്കോയിലെ പരിപാടിക്കുള്ള പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞു. ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി കാറിൻ്റെ അടുത്തേക്ക് പോണു. കാറത് എവിടെയാണ് പാർക്ക് ചെയ്തേക്കുന്നത്? കിടക്കണേ കണ്ടോ വണ്ടി. പിന്നെ എല്ലാം എടുത്ത് സെറ്റാക്കി വെക്കണം. പിന്നെ എല്ലാ സാധനങ്ങളും ലോഡിംഗ് ആണ്. അതാണ് ഏറ്റവും വലിയ പണി. ഇത് പെട്ടെന്നെല്ലാം എടുത്തു വെക്കട്ടെ കേട്ടോ. ഇനി നേരെ വാൾമാർട്ടിലേക്ക് വേണം. അവിടെ കുറച്ച് പർച്ചേസിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിത് ബാക്കി അവിടെ സിനിമ കാണാം. ഞങ്ങൾ വാൾമാർട്ടിലെത്തി. ഇനി കുറച്ച് ഷോപ്പിങ്ങിന് വാൾമാർട്ടിൽ നിന്ന് വയ്യാണ്ടായി കേട്ടോ. നല്ല വെയിലായതുകൊണ്ടേ ഒട്ടും പറ്റുന്നുണ്ടായില്ല. ആബിയാണോ പർച്ചേസിങ്ങിന് പോണേ?
ഞങ്ങൾ വാൾമാർട്ടിൽ പെട്ടെന്നുള്ള ഒരു പർച്ചേസിങ് ആയിരുന്നു കേട്ടോ. എന്ന് വെച്ചാൽ അതേ നേരം നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ തന്നെ നമ്മൾ ജസ്റ്റ് പ്രശ്നം ഉണ്ടാകുന്നതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്തു എല്ലാ കാര്യങ്ങളും. അപ്പോൾ ഓരോന്നായിട്ടെടുത്ത് വയ്ക്കുകയാണ്. കവറുണ്ടോ ഇനി? എല്ലാം എടുത്തു തോന്നുമല്ലോ അല്ലേ? കവർ കിട്ടുമായിരിക്കും. നോക്കാം. ഇതൊക്കെ ആര് ചുമന്ന് മേളിൽ കയറ്റും? നീ കയറ്റിക്കോളൂ, ഞാൻ കൊച്ചിനെ നോക്കി താഴെ ഇരിക്കാം. തക്കാളിയുടെ ഒക്കെ കളറ് കളറായിട്ട് ഇരിക്കും. ഞാൻ താഴെ ഇരുന്നാ മതിയോ? അപ്പൊ ഞാൻ തന്നെ മുകളിൽ പോണോ? ഇത് കുറച്ചല്ലേ ഉള്ളൂ. അത് ബാക്കിയുള്ള കവറിലേക്ക് ഇനി സ്ഥലമുള്ളേക്ക് വെക്കേ. അബികലോട് ഇരിക്കേ. അബികൽ എന്ത് ചെയ്താ കാർ സീറ്റിൽ ഇരിക്കില്ല. ഭയങ്കര പാട് ഇവിടെ കാർ സീറ്റിൽ എത്താൻ. അവിടെ ഇരുന്നേ, ആരെ പേടിപ്പിക്കുന്ന അവിടെ ഇരുന്നേ. നീ ഇരുന്നാലേ ഞങ്ങൾ വണ്ടി എടുക്കോളൂ കേട്ടോ. ആ കാർ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ആബി ഇവിടെ ഇരിക്കണം, കാർ സീറ്റിൽ ഇരിക്ക. ഇരിക്കടാ ആബി, അവിടെ ഇരിക്ക. ഇവിടെ നിന്ന് പോകാൻ പറ്റില്ല, ബസ്സല്ല. ഇവിടെ കാർ സീറ്റിൽ ഇരിക്കണം, പോലീസ് പിടിക്കും. ഇവിടെ ഇരിക്ക. അതേ മറ്റേ ഫാസിലിന്റെ പാട്ട് ഇലുമിനാട്ടി, അത് വെച്ചു കൊടുക്കും. അതല്ല നീ മറ്റേത് ഫോണിൽ അവളുടെ ഒരു വീഡിയോ വെച്ചു കൊടുക്കും. ആ ശരി, അബിക്ക് അബിനെ കാണാൻ ഇഷ്ടം. ഇത് തലയിടിക്കും. ഹലോ, ഞങ്ങളങ്ങനെ ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ പർച്ചേസിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇതേ നേരെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന വഴിയാണ് കേട്ടോ. ഇത് ഞങ്ങളുടെ വീട്ടിലേക്ക് പോണ വഴിയാണ്. ഞങ്ങൾ അത്യാവശ്യം എല്ലാ കാര്യങ്ങളൊക്കെ തന്നെ പർച്ചേസ് ചെയ്തു. ഇനി കുറച്ച് 2-3 കാര്യങ്ങളും കൂടെയൊക്കെ ഞങ്ങൾ വാങ്ങിക്കാനുണ്ട്. അത് നാളെ രാവിലെ ഇറങ്ങി വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. ഉച്ച കഴിഞ്ഞിട്ടാണ് ഫുഡിൻ്റെ ആണെങ്കിലും ഡെക്കറേഷൻ്റെ ഒക്കെ കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് ഞങ്ങൾ മിസ്സാക്കിയെന്ന് വെച്ചാൽ ഇത്രയും നേരമായപ്പോൾ കൊച്ചും ടയേർഡായി, ഞങ്ങളും പിന്നെ വയ്യാണ്ടായി. ഒരു 3-4 കടകളൊക്കെ കയറേണ്ടി വന്നു. അപ്പോൾ എല്ലാം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, എല്ലാ കടകളും കയറുന്നതിൻ്റെ. ഇതൊരു ഷോർട്ട് വീഡിയോ ആണ് കേട്ടോ, ജസ്റ്റ് പർച്ചേസിങ് കാര്യങ്ങൾ മാത്രം ഉൾക്കൊള്ളിക്കുന്നത്. ഇനി ഇവക്കടെ ബർത്ത്ഡേ സെലിബ്രേഷനും അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ അടുത്ത വീഡിയോയിൽ വരുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ ആൻഡ് ഗുഡ് നൈറ്റ്.